ആർട്ട് ഓഫ് കുക്കിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സൺഫ്ലവർ സീഡ്സ് ഉപയോഗിച്ചുള്ള എനർജി ബോൾസ് ആണ്. അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ കുറച്ച് സൺഫ്ലവർ സീഡ്സ്, വാൾനട്ട്സ്, സ്വീറ്റൻഡ് ചോക്ലേറ്റ് പൗഡർ, കുറച്ച് ശർക്കര, ഡേറ്റ്സ്, റേസിൻസ്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി തുടയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരു പാനിലോട്ട് സൺഫ്ലവർ സീഡ്സ് ഇട്ട് കൊടുത്ത് നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ചൊന്ന് ബ്രൗൺ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വാൾനട്ട്സും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വേറൊന്നുമല്ല, നമ്മുടെ പണ്ടത്തെ അരിയുണ്ട, കടലമുട്ടായി, എള്ളുണ്ട, ഇതിൻ്റെയൊക്കെ ഒരു ന്യൂ വെർഷൻ, കുറച്ചൊരു മോഡേൺ ടച്ചിൽ ഞാൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ നട്ട്സൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത ശേഷം മിക്സറിലിട്ട് പൊടിച്ചെടുക്കാം. കുറേശ്ശായി പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിയണ്ട, കുറച്ചൊന്ന് ക്രഷായാൽ മതിയാകും. പാകത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത്. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണം നട്ട്സൊക്കെ. അപ്പോൾ നമ്മുടെ നട്ട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റേസിൻസും ഡേറ്റ്സും കൊക്കോ പൗഡറും ശർക്കരയൊക്കെ ഒന്ന് ചേർത്ത് തിരിച്ചെടുക്കാം. ഡേറ്റ്സും റേസിനും ഞാൻ നന്നായി ഒന്ന് തുടച്ചെടുത്തിട്ടേ ഉള്ളൂ, കഴുകിയിട്ടില്ല. നട്ട്സൊക്കെ നല്ല വൃത്തിയായി കഴുകി തുടച്ചെടുക്കണം. ഈ പാകത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉരുക്കിയ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി. എല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് സ്നാക്കായിട്ടൊക്കെ ഓഫീസിലോട്ട് എടുത്തിട്ട് പോയി കഴിക്കാൻ നല്ലതാണ്. നല്ല ന്യൂട്രീഷ്യസ് ആണ്, പിന്നെ അതുപോലെ തന്നെ നല്ല എനർജി ബൂസ്റ്റർ ആണ്. കുറച്ച് സ്വീറ്റ് ആൻഡ് ചോക്ലേറ്റ് പൗഡറൊക്കെ ചേർക്കുമ്പോൾ കുട്ടികളും ലൈക്ക് ചെയ്യും ഇത്. ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് പൗഡർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. Well, thank you for watching Art of Cooking. I'm Shiba Suren. Please like and subscribe.